ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ കണ്ണാ? നീ എഴുന്നേൽക്ക്. ഇന്നലെ ഹോസ്പിറ്റലിലെ MD നിന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. മിത്തു കണ്ണൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. കണ്ണൻ മുഖമുയർത്താതെ ഒന്ന് മൂളി. എഴുന്നേറ്റ് പോയി റെഡിയായിട്ട് വാ. അയാളെ പോയി കാണണ്ടേ? എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണ്ടേ? ഇങ്ങനെ ഇരുന്നാൽ ഒന്നും നടക്കില്ല. സങ്കടം കൂടുകയല്ലാതെ. മിത്തു അവൻ്റെ പുറത്ത് തട്ടി. എനിക്കൊരു സമാധാനവുമില്ല മിത്തു. ഒരുപാട് വേട്ടപ്പട്ടികൾക്കിടയിൽ ഞാൻ എൻ്റെ പെണ്ണിനെ എറിഞ്ഞിട്ട് പോന്നില്ലേ? കണ്ണൻ്റെ സ്വരം നേർത്തു. എടാ, നീ ഇങ്ങനെ തുടങ്ങിയാലോ? മനഃപൂർവ്വമൊന്നും അല്ലല്ലോ. നിന്റെ അവസ്ഥ അവൾക്ക് മനസ്സിലാവും. മിത്തു അവന് ആശ്വാസം പകർന്നു. അവൾക്ക് മനസ്സിലാവും. ചങ്ക് പൊടിഞ്ഞിട്ടും എനിക്ക് മുന്നിൽ അത് കാണിച്ചിട്ടില്ല. ഉള്ളിൽ ആർത്ത് കരഞ്ഞിട്ടും അവളുടെ കണ്ണൊന്ന് കലങ്ങിയത് കൂടിയില്ല. എന്നെ ഓർത്തിട്ടാണ്. ഞാൻ വേദനിക്കാതിരിക്കാൻ അവൾ എത്ര വേദനയാണ് കടിച്ചു പിടിച്ച് എൻ്റെ മുന്നിൽ നിന്നത്. അതറിഞ്ഞിട്ടും ഞാൻ. കണ്ണൻ വീണ്ടും കൈകൾ കൊണ്ട് മുഖം ഒളിപ്പിച്ചു. മിത്തു നെടുവീർപ്പോടെ അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല. അത്രമേൽ തകർന്നു നിൽക്കുന്നവന് വേണ്ടത് കേവലം ആശ്വാസവാക്കുകളല്ല. അവൻ്റെ പ്രാണൻ്റെ പാതി അങ്ങ് ദൂരെയാണ്. അവളെ ഒന്ന് കാണാൻ അവൻ അത്രമാത്രം കൊതിക്കുന്നുണ്ട്. സത്യത്തിൽ കാണാനുള്ള തീവ്രത എത്രത്തോളമുണ്ടോ അത്രത്തോളം ആ മനുഷ്യൻ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. കാണണമെന്ന തോന്നലാണ് ആ മനുഷ്യനെ അത്രമാത്രം പ്രിയപ്പെട്ടതാക്കുന്നതും. അവൻ്റെ നോട്ടമെത്താത്തൊരിടത്ത് അവൾ തനിച്ചാണെന്നുള്ള ഓർമ്മ ഓരോ നിമിഷവും അവനെ ശ്വാസം മുട്ടിക്കുന്നു. അവൾക്കരികിലെത്തുമ്പോൾ മാത്രം ശാന്തമാവുന്ന ഹൃദയമിടിപ്പും പേറി അവൻ വേദനിക്കുകയാണ്. കണ്ണൻ വീണ്ടും കൈകൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചു. കലങ്ങി ചുവന്ന് കിടക്കുന്ന മിഴികളിൽ വിരഹവേദനയുടെ സാഗരം. അലയൊടുങ്ങാത്ത കടൽ പോലെ അവൻ്റെ മനസ്സും. റിമി അവിടെ തന്നെയാണുള്ളതെന്ന് ഓർക്കും തോറും തൻ്റെ മനസ്സിൽ പെരുകുന്ന ഭയത്തെ മിത്തു മനഃപൂർവ്വം അവനോട് പറഞ്ഞില്ല. അത് കണ്ണൻ്റെ മനസ്സിനെ കൂടുതൽ ഭയപ്പെടുത്തുമെന്ന് അവന് ഉറപ്പാണ്. അവൻ്റെ ഈ വരവിന് പിന്നിലും അവിടെ കൈകളുണ്ടോ എന്നതും മനസ്സിലെ സംശയമാണ്. അതിലൊരു തീർച്ചപ്പെടുത്തൽ അത്യാവശ്യമാണെന്ന് മിത്തുവിന് തോന്നി. സീതാലക്ഷ്മി സ്ട്രോങ് ആണെന്ന് വലിയ വീമ്പ് പറയും. പക്ഷേ കണ്ണനൊരു വിളറിയ ചിരിയോടെ മിത്തുവിനെ നോക്കി. എന്തായാലും നിന്നേക്കാൾ സ്ട്രോങ് ആയിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. മിത്തു അവനെ കളിയാക്കി. എനിക്ക് സഹിക്കാൻ വയ്യടാ. ഇത്ര പെട്ടെന്ന് വിട്ടിട്ട് പോരേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. എനിക്ക് അരികിൽ നിന്നിട്ട് സ്നേഹിച്ചു മതിയായില്ലടാ മിത്തു. കണ്ണൻ തല താഴ്ത്തി. എനിക്ക് മനസ്സിലാവും നിന്നെയും നിന്റെ അവസ്ഥയെയും. നിന്നെപ്പോലെ രണ്ടിടത്ത് കിടന്ന് ഉരുകിത്തീരുന്ന അനേകം ആളുകളിൽ ഒരാളാണ് നീയിപ്പോൾ. നിന്റെ പെണ്ണും എന്ന് കരുതി അത് തന്നെ ഓർത്ത് വേദനിച്ചിരിക്കുന്നതിൽ നല്ലതല്ലേ കണ്ണാ? എത്രയും പെട്ടെന്ന് വന്ന കാര്യം പൂർത്തിയാക്കി നിന്റെ പെണ്ണിൻ്റെ അരികിലേക്ക് തന്നെ തിരികെ പോകുന്നത്. മിത്തു അവനെ നോക്കി. നിനക്ക് റിമിയെ കൂടി കൊണ്ടുവരാമായിരുന്നു. ഞാൻ വിളിക്കാഞ്ഞിട്ടാണോ? വരുന്നില്ലെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും മിത്തു? കണ്ണൻ പറഞ്ഞു. പിന്നെയൊന്നും അവനോട് പറയാൻ മിത്തുവിനും തോന്നിയില്ല. അല്ലെങ്കിൽ തന്നെ ഉലഞ്ഞു നിൽക്കുന്നവൻ ഇന്നലെ വന്നപ്പോഴുള്ള മുഷിഞ്ഞ വേഷം തന്നെയാണ് ഇപ്പോഴും. കണ്ണാ, മനസ്സിൻ്റെ സങ്കടവും ടെൻഷനും ഉറക്കക്ഷീണവുമെല്ലാം അവൻ്റെ മുഖത്ത് കല്ലിച്ച് കിടക്കുന്നുണ്ട്. ആദ്യം നീയൊന്ന് പോയി കുളിക്ക്. അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. എനിക്കും ഇന്ന് ഓഫീസിൽ പോവാനുള്ളതാ. നമുക്ക് ഒരുമിച്ച് പോകാം. മിത്തു എഴുന്നേറ്റുകൊണ്ട് കാപ്പി കുടിച്ച ഗ്ലാസുമായി അകത്തേക്ക് പോയി. ഇനി അവിടെ തന്നെ കൂനി പിടിച്ചിരിക്കാതെ എഴുന്നേറ്റ് പോടാ. പിന്നെയും അവിടെ തന്നെ ഇരിക്കുന്ന കണ്ണനെ നോക്കി മിത്തു വിളിച്ചു പറഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ കണ്ണൻ എഴുന്നേറ്റു. മുറിയിലേക്ക് നടന്നു. വാതിൽ ചാരി വീണ്ടും കിടക്കയിലേക്ക് വീണു. അവന് വീണ്ടും നെഞ്ചു വേദനിക്കുന്നു. ഈ ലോകത്ത് ഇനി എനിക്ക് നേടാൻ കഴിയാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇനിയൊരിക്കലും നഷ്ടപ്പെടാൻ വയ്യാത്ത പോലെ നീ എൻ്റെ ഹൃദയത്തിൽ കെട്ടിപ്പിണഞ്ഞു പോയിരിക്കുന്നു. ഞാൻ വരും നിനക്ക് വേണ്ടി. എനിക്ക് വന്നേ പറ്റൂ, അവൻ സ്വയം പറഞ്ഞു. പുറത്തുനിന്നും വീണ്ടും മിത്തു വിളിക്കുന്നത് കേട്ടിട്ട് കണ്ണൻ എഴുന്നേറ്റു. ഇട്ടിരുന്ന ഷർട്ടൂരി മാറ്റി അവൻ ബാത്റൂമിൽ കയറി. 10 മിനിറ്റ് കൊണ്ട് അവൻ റെഡിയായി വന്നപ്പോഴേക്കും മിത്തു കഴിക്കാനുള്ളത് വാങ്ങി വന്നിരുന്നു. ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് ഒരുമിച്ച് തന്നെയാണ് രണ്ടാളും പുറത്തേക്ക് പോയതും. എഴുന്നേൽക്കുന്നില്ലേ സീതേ? പാർവതിയുടെ തണുത്ത കൈകൾ സീതയുടെ നെറ്റിൽ പതിഞ്ഞു. സീത ഒന്നും മിണ്ടാതെ ചുരുണ്ടുകൂടി. അവനിങ്ങ് വന്നോളും പെണ്ണെ, ചെറിയൊരു ചിരിയോടെ പറയുന്ന ചേച്ചിയെ സീത മിഴിച്ചു നോക്കി. നീ മിഴിച്ചു നോക്കണ്ട, എനിക്കറിയാം. കണ്ണൻ പോയതിൻ്റെ വേദനയാണ് നിൻ്റെ ഈ മൗനമെന്ന്. പാർവതി കണ്ണിറുക്കി ചിരിച്ചു. നിനക്ക് എങ്ങനെ അറിയാടി ചേച്ചി?
സീത പതിയെ എഴുന്നേറ്റുകൊണ്ട് പാർവതിയെ നോക്കി. അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന മുടി വാരിപ്പിടിച്ച് കെട്ടുന്ന സീതയെ പാർവതി വാത്സല്യത്തോടെ നോക്കി. പറ ചേച്ചി, സീത വീണ്ടും ആവശ്യപ്പെട്ടു. അതൊക്കെ അറിയാടി. പാർവതി ചിരിയോടെ കിടക്കയിലേക്കിരുന്നു. ശ്രീനിലയത്തിൽ പോയിട്ട് വരുന്ന നിനക്ക് ഈ അടുത്ത കാലത്താണ് ഒരു തിളക്കം വന്ന് തുടങ്ങിയത്. നീ സ്വപ്നം കാണാൻ തുടങ്ങിയത്, ഒറ്റയ്ക്കിരുന്ന് ചിരിക്കാൻ പഠിച്ചത്, ഓർമ്മകൾ ഒളിപ്പിച്ച് പിടിച്ചുകൊണ്ട് കള്ളത്തരം കാണിക്കാൻ തുടങ്ങിയത്. പാർവതി എണ്ണി എണ്ണി പറയുന്നത് കേട്ട് സീത അത്ഭുതത്തോടെ അവളെ നോക്കി. ഇങ്ങനെയൊക്കെ ഞാൻ എപ്പോൾ ചെയ്തു എന്നൊരു ചോദ്യം അവളുടെ കണ്ണിൽ മുഴച്ചു നിന്നിരുന്നു. ഓർക്കാൻ മനോഹരമായ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ഏകാന്തത കൊതിക്കുന്നത്. ഈ അടുത്തായി നിനക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പാർവതി വീണ്ടും ചിരിയോടെ പറഞ്ഞു. സീത വീണ്ടും അമ്പരപ്പോടെ അവളെ മിഴിച്ചു നോക്കി. എനിക്കൊരു ചെറിയ സംശയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴല്ലേ സാക്ഷാൽ പ്രാണനാഥൻ തന്നെ നേരിട്ട് വന്ന് വെളിപ്പെടുത്തിയത് എനിക്ക് സീതാലക്ഷ്മിയെ ഇഷ്ടമാണെന്ന്. പാർവതി അത് പറയുമ്പോൾ ആ പ്രിയപ്പെട്ട നിമിഷങ്ങളിലേക്ക് വീണ്ടും എടുത്തെറിയപ്പെട്ടതുപോലെ സീതയൊന്ന് ചിരിച്ചു. ഇത്രയൊക്കെ നിനക്കറിയാം അല്ലേ? ചെറിയൊരു ചിരിയോടെ സീത പാർവതിയെ നോക്കി ചോദിച്ചു. അവളത് തലയാട്ടി. പിന്നെ എന്താടി ചേച്ചി, നീ ആ പാവം ചെക്കനെ അറിയാത്തെ? മനസ്സിൽ എത്രയോ കാലങ്ങളായി അവൻ കൊണ്ടു നടന്ന് വേദനിക്കുന്ന നിന്നോടുള്ള ഇഷ്ടത്തിൻ്റെ ആഴമറിയാത്തത്, അവൻ്റെ നോവിനെ അറിയാത്തത്? സീത ചോദിച്ചപ്പോൾ പാർവതിയുടെ മുഖം വിളറിപ്പോയി. അവൾ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു പോവാൻ തുനിഞ്ഞു. ഇരിക്കവിടെ. നീ എവിടെ പോണ്? എത്ര കാലം നീ ഇങ്ങനെ ഓടി ഒളിക്കും? സീത പാർവതിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വീണ്ടും അവളെ അവിടെ ഇരുത്തി. അവനൊരു ഉത്തരം കൊടുക്കടി. അത്രമാത്രം അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ കൂടെ ഒരു ജീവിതം മോഹിക്കുന്നുണ്ട്. സീത കെഞ്ചും പോലെ പാർവതിയുടെ കയ്യിൽ പിടിച്ചു. അവന് നല്ലൊരു ജീവിതമുണ്ട്. ഞാൻ കാരണം അത് നശിക്കാൻ പാടില്ല സീതെ. പാർവതി പതിയെ പറഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ നിന്നേക്കാൾ വലുതായി മറ്റൊന്നിനെയും ഇനി അവന് സ്നേഹിക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സീത വാശിയോടെ പറഞ്ഞു. ഒക്കെ വെറും തോന്നലാണ്. ഇപ്പോഴത്തെ ആവേശത്തിൽ തോന്നുന്നതാ. നേടിയെടുക്കുവോളം മാത്രമുള്ള കൗതുകം. അതിനുശേഷം കുറ്റബോധം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ അകന്ന് നിൽക്കുന്നത്. പാർവതി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. നിനക്ക് ഹരിയെ ഇത്തിരി പോലും മനസ്സിലായിട്ടില്ല അല്ലേടി? സീത സങ്കടത്തോടെ പാർവതിയെ നോക്കി. പാർവതി ഒന്നും മിണ്ടിയില്ല. അവനോട് ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞതുമില്ല. എങ്ങനെ കഴിയുന്നു? അത്രയും നിന്നെ മനസ്സിലിട്ട് കൊണ്ട് നടന്നിട്ടും, ലോകത്തിലെ ആരെതിർത്താലും കൈപിടിക്കാമെന്ന് വാക്ക് തന്നിട്ടും അവനെ ഇനിയും വേദനിപ്പിക്കാൻ ഇത്തിരിയെങ്കിലും മനസാക്ഷി വേണമെടി ചേച്ചി. സീത ദേഷ്യത്തോടെ എഴുന്നേറ്റു. ലോകത്തിലെ എല്ലാവരുടെയും പ്രണയവും മാറ്റവും അവൾക്കറിയാം. അതെല്ലാം അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ചങ്ക് പറിച്ചെടുത്തുകൊണ്ട് പിറകെ നടന്ന് സ്നേഹിക്കുന്നവനെ അവൾക്കറിയ പോലുമില്ല. സീത കിടന്നിരുന്ന പായ മടക്കി വെക്കുന്നതിനിടെ പാർവതിയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്തറിഞ്ഞിട്ടാ സീതെ? പാർവതി വേദനയോടെ അവളെ നോക്കി. എന്തൊക്കെ പറഞ്ഞാലും 6-7 മാസം ഞാൻ ഒരുത്തൻ്റെ ഭാര്യയായിരുന്നു. അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്. ഇതൊന്നും ഞാൻ മറന്നു കളയാൻ പാടില്ലല്ലോ. ഹരിക്ക് കിട്ടാവുന്ന നല്ലൊരു ജീവിതം ഞാൻ കാരണം ഇല്ലാതാവരുത്. സ്നേഹിക്കാൻ ഒരാളെ കിട്ടുമ്പോൾ അവനെല്ലാം മറന്നോളും. പാർവതി പതിയെ കിടക്കയിൽ കിടക്കുന്ന ലല്ലവിൻ്റെ മുടിയിൽ തലോടി. അത് ഹരിപ്രസാദാണ്. മറ്റൊരാളെ തേടാമായിരുന്നുവെങ്കിൽ, എല്ലാം മറന്ന് കളയാമായിരുന്നുവെങ്കിൽ അവനത് എന്നേ ആവാമായിരുന്നു. ചെയ്തില്ലല്ലോ, ചെയ്യില്ല. അവന് സ്നേഹിക്കാൻ അറിയാം ചേച്ചി. സ്വന്തമാവും വരെയും സ്നേഹിക്കാൻ അറിയാം. സീത പാർവതിക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് വാദിച്ചു. ഗിരീഷേട്ടൻ ഉപേക്ഷിച്ചു കളഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിരുന്നു സീതെ. ഇനിയെങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഉരുക്കി തീർന്നിരുന്നു. എന്നിട്ട് ഞാൻ ജീവിച്ചില്ലേ? ഇപ്പോഴും ജീവിക്കുന്നില്ലേ? അത്രയേ ഉള്ളൂ. പാർവതി സീതയെ നോക്കി. ആ നാറിയുടെ പേരിനൊപ്പം നീ ഹരിയുടെ പേര് ചേർത്ത് പറയരുത് ചേച്ചി. എനിക്കത് കേട്ടു നിൽക്കാനാവില്ല. സീതയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. സീതെ, ഞാൻ അതല്ല. പാർവതി വിക്കിക്കൊണ്ട് അവളെ നോക്കി. ഏതായാലും അങ്ങനെ ചിന്തിക്കാൻ കൂടി പാടില്ല. ഒരിക്കൽ സ്നേഹിച്ചു പോയെന്ന കാരണം കൊണ്ട് നീ മറ്റൊരാൾക്ക് സ്വന്തമായിട്ടും വർഷങ്ങളോളം ആ സ്നേഹത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടന്നവനാണ് ഹരി. അല്ലാതെ കെട്ടിയ പെണ്ണ് സ്വന്തം കുഞ്ഞിന് ജന്മം കൊടുക്കാൻ മാറി നിന്ന് ഇച്ചിരി സമയം കൊണ്ട് മറ്റൊരുത്തിയെ തേടിയ ഗിരീഷിനെ പോലെയല്ല. സീതയുടെ സ്വരം കടുത്തു. പാർവതി ഒന്നും പറയാതെ മുഖം കുനിച്ചു. ഇതുവരെയും അവന് വേണ്ടി, അവൻ്റെ സ്നേഹത്തിന് വേണ്ടി നിന്നോട് ഞാൻ യാചിച്ചിട്ടില്ല ചേച്ചി. പക്ഷേ ഇനിയും അവൻ വേദനിക്കുന്നതും കാത്തിരുന്ന് നീറുന്നതും എനിക്കിനി കാണാൻ വയ്യ.
കാരണം വിരഹം പറയും പോലെ അത്ര സിമ്പിൾ അല്ലടി. ജീവനോടെ ദഹിക്കുന്ന പോലെയാണ്. അവനാ നോവും പേറി എത്ര നാളായി. സീതയുടെ സ്വരം ഇടറി. പാർവതി കരഞ്ഞു തുടങ്ങിയിരുന്നു. അത് കാണെ വീണ്ടും സീതയുടെ നെഞ്ച് വേദനിച്ചു. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ഗുഡ് മോർണിംഗ് സാർ. കണ്ണൻ ചിരിയോടെ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്നു. ഓ കിരൺ, കമോൺ മാൻ. കസേരയിലിരിക്കുന്ന ആ ഹോസ്പിറ്റലിൻ്റെ MD വാസുദേവൻ എഴുന്നേറ്റുകൊണ്ട് അവൻ്റെ നേരെ കൈനീട്ടി. ഹോസ്പിറ്റലിലെ ഏറ്റവും ഡിമാൻഡുള്ള ഡോക്ടർ എന്ന നിലയിൽ കണ്ണനോട് അയാൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അവനതറിയാം. അതുതന്നെയായിരുന്നു അവൻ്റെ പ്രതീക്ഷയും. താങ്ക്സ് സാർ. അയാൾക്ക് കൈകൊടുത്തുകൊണ്ട് കണ്ണൻ കസേരയിലേക്കിരുന്നു. റിയലി സോറി കിരൺ. എനിക്കറിയാം തനിക്ക് ബുദ്ധിമുട്ടായെന്ന്. പക്ഷേ ഞാൻ ഹെൽപ്ലെസ് ആണ്. അറിയാലോ ഈ ഫീൽഡിലെ പ്രത്യേകത. എഫിഷ്യൻ്റ് ആയൊരു ഡോക്ടർ എന്ന നിലയിൽ തനിക്ക് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. വാസുദേവൻ ചിരിയോടെ കണ്ണനെ നോക്കി. എനിക്കറിയാം സാർ. ഉള്ളിലെ നിരാശ പുറമേ കാണിക്കാതെ കണ്ണൻ പറഞ്ഞു. തനിക്ക് പകരം ചാർജ് എടുത്ത സന്ദീപ് അവൻ്റെ അപകട വിവരം ഞാൻ തന്നെ അറിയിച്ചല്ലോ. കാല് പൊട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു കൈയും. എന്തായാലും 6 മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് തന്നെ വേണ്ടിവരും. അതുപോലൊരു സാഹചര്യത്തിൽ കിരണിൻ്റെ ലീവ് പിൻവലിക്കുക എന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല. മാനേജ്മെൻറ്റിൽ നിന്നും നല്ല പ്രഷറുമുണ്ട് ഈ കാര്യത്തിൽ. വാസുദേവൻ അയാളുടെ ഭാഗം വ്യക്തമായി പറഞ്ഞു. കണ്ണൻ്റെ മനസ്സിൽ ഇരുട്ട് പടരുന്നത് പോലെ തോന്നി. മുഖം മങ്ങി. പക്ഷേ കിരൺ, താൻ ടെൻഷനാവേണ്ട. പറ്റിയൊരാളെ അന്വേഷിക്കുന്നുണ്ട്. കിട്ടുന്ന ആ നിമിഷം തൻ്റെ ലീവ് തുടരാം. തനിക്ക് പകരം അങ്ങനെ ആരെങ്കിലും നിയമിച്ചാൽ അത് ഹോസ്പിറ്റലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അത് പിന്നെ തനിക്ക് പോലും ഒരു ബാഡ് ഇമേജ് ആയിരിക്കും. വാസുദേവൻ ഓർമ്മിപ്പിച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ കണ്ണൻ കസേരയിൽ ചാരിയിരുന്നു.